നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ പറയുന്ന വീഡിയോയിലെ വിഷയം പുണർദം നക്ഷത്രക്കാരുടെ 1202 ആണ്ട് മലയാള പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഞാൻ പറയുന്നത്. അതായത് കൊല്ലവർഷം മലയാള വർഷം 1202 ആണ്ട് ചിങ്ങം 1-ാം തീയതി മുതൽ കർക്കിടകം വരെയുള്ള നക്ഷത്രഫലമാണ്, ഈ പുണർദംകാരുടെ നക്ഷത്രഫലമാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ പുണർദം നക്ഷത്രക്കാർ 2 രാശികളിലായിട്ടാണ് നിൽക്കുന്നത്, ഇല്ലേ? പുണർദം നക്ഷത്രക്കാർ 3/4 ഭാഗം മിഥുനക്കൂറിലും 1/4 ഭാഗം കർക്കിടകക്കൂറിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 2 രാശികളിലായിട്ട് നിൽക്കുന്ന പുണർദം നക്ഷത്രക്കാരുടെ സാമാന്യമായ ഈ വർഷത്തെ പുതുവർഷത്തെ സാമാന്യമായ ഫലമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർ മുൻ വർഷം ചെയ്യാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ പുതുവർഷം. മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻപ് മാറ്റിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് പുനരാരംഭിക്കാനും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാനും ഒക്കെ ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് ഈ പുതുവർഷം. പല വിധത്തിലുള്ള തടസ്സങ്ങൾ മൂലം പല കാര്യങ്ങളും നീട്ടിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച്. അതെല്ലാം ഇവർക്ക് ഈ വർഷം അത് തുടങ്ങി വെക്കാനും അല്ലെങ്കിൽ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ മലയാള പുതുവർഷം. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരും. തൊഴിൽപരമായി പല മാറ്റങ്ങളും ഇവർക്ക് ഈ വർഷം ഉണ്ടാകുന്നതാണ്. ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ, അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ, അതായത് ചെയ്യുന്ന ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനയോ അതുമല്ലെങ്കിൽ ചെയ്യുന്ന ആ ജോലിയുടെ പ്രയാസങ്ങളും കഷ്ടതകളും ഓർത്ത് മറ്റൊരു ജോലിയിലേക്ക് തിരിയാൻ ഇവർക്ക് കഴിയുന്ന ഒരു സമയമാണ്. അതുകൂടാതെ മേലധികാരികളുടെ പ്രീതിക്ക് കാരണം കിട്ടാതെ വന്നാലും ഇവർക്ക് തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം മേലധികാരികൾ ഇവരെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ചില മാറ്റങ്ങൾ തൊഴിൽ രംഗത്ത് ഇവർക്ക് ചെയ്യേണ്ടതായിട്ടും വരും. അങ്ങനെ ഇവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചില തൊഴിൽ മാറ്റങ്ങളും ഇവർക്ക് ഈ വർഷം ചെയ്യാനിടവരും. തൊഴിൽ രംഗത്ത് പല മാറ്റങ്ങളും ഇവർക്ക് ചെയ്യാനിടവരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും ആസൂത്രണവും വേണ്ടി വരുന്ന ഒരു സമയമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ സാമ്പത്തികമായി നഷ്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. അപ്പൊ അതുകൊണ്ടാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും നല്ല ആസൂത്രണവും ഇവർക്ക് വേണ്ട ഒരു സമയമാണ്. അതായത് ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, സാമ്പത്തികമായ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റി പലവട്ടം ഒന്ന് ആലോചിച്ചിട്ട് വേണം ആ കാര്യം ചെയ്യാൻ, പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട്. അതായത് കുടുംബ അംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ ചില വാക്ക് തർക്കങ്ങൾ, അതുമല്ലെങ്കിൽ ചില കുടുംബ സംബന്ധമായ പല പ്രശ്നങ്ങളിലും ഒരു ഐക്യതയില്ലാത്ത ഒരു സമയം ഇവർക്ക് ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പൊ കുടുംബത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എന്ന് സാമാന്യമായിട്ട് പറയാം.
അതുകൂടാതെ വീട് മാറി താമസിക്കാനും ഇവർക്ക് ഇടവരും. അപ്പൊ കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ വീട്ടിൽ ചില മാറ്റങ്ങളും ഉണ്ടാവും. ചിലര് വീട് മാറി താമസിക്കാനും ഒക്കെയുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. വീട്ടില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സ്വസ്ഥത ഇല്ലായ്മ വരും. അപ്പോൾ വീട് മാറാനുള്ള അവസരങ്ങൾ ഇവരെ പിന്തുടരും. പിന്നെ അതുകൂടാതെ ഉദര സംബന്ധമായ അസുഖങ്ങൾ ഇവർക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധം, അതായത് വയറ് സംബന്ധമായ അസുഖങ്ങൾ അത് പല വിധത്തിലുണ്ട്. ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ വരാം. കഫ സംബന്ധമായ അസുഖങ്ങൾ വരാം. കഫം കെട്ടിക്കിടന്നിട്ട് നെഞ്ചിലും വയറ്റിലും ഒക്കെ കഫം കെട്ടിക്കിടന്നിട്ട് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം. അതുകൂടാതെ ദഹന പ്രശ്നങ്ങൾ വരാം. അതായത് ഭക്ഷണത്തിൽ കൂടി തന്നെയുള്ള ചില ദഹന പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ പല വിധത്തിലുള്ള ദോഷസാധനങ്ങൾ ചെന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെട്ടാൽ അതും ഇവർക്ക് ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഉദര സംബന്ധമായ അസുഖം ഈ വർഷം ഉണ്ടാകാം. ചില ദിവസങ്ങളിൽ അനാവശ്യമായ ഭയവും മാനസികമായ പ്രശ്നങ്ങളും ഇവർക്ക് നേരിടേണ്ടതായിട്ടും വരും. ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ചില ദിവസങ്ങളിൽ ഇവരേക്ക് അനാവശ്യമായ ഭയം വന്നുകൂടാൻ സാധ്യതയുണ്ട്. ആ ഭയത്തിൽ നിന്ന് ഇവർക്ക് മാനസികമായ പ്രയാസങ്ങളും മനക്ലേശങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഭയം എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ഭയം വരാം. ഇപ്പൊ അഗ്നിഭയം വരാം, ആയുധ ഭയം വരാം. അഗ്നിയെ കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ ഒക്കെ പല വിധത്തിൽ ഭയം വരാം. അല്ലെങ്കിൽ വാഹന ഭയം വരാം, വാഹനത്തെ കൊണ്ടോ അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോഴോ പല വിധത്തില് ഇവർക്ക് മനപ്രയാസങ്ങളും ഭയവും ഉണ്ടാകാവുന്ന ഒരു സമയം ഈ വർഷത്തിൽ ഉണ്ടാകുന്നതാണ്. എടുക്കുന്ന തീരുമാനങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമായ ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഇവർ ഈ വർഷം എടുക്കുന്ന ചില തീരുമാനങ്ങൾക്ക് അതീവ ശ്രദ്ധ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇവർക്ക് ആ തീരുമാനങ്ങളിൽ പിഴവ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധയോടുകൂടി വേണം ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. എടുക്കുന്ന തീരുമാനങ്ങൾ അനാവശ്യമായ ചിലവുകൾ വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ച്. അത് ചെലവ് കൂടും ഈ വർഷം. അതും പ്രത്യേകിച്ച് അനാവശ്യമായ ചെലവുകൾ ഇവരെ അത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ഈ വർഷം ഇവർക്ക് അനാവശ്യമായ ചില ചിലവുകൾ വന്നു ചേരുന്നതാണ്. അവര് ഒരിക്കലും ചെലവാക്കണ്ട എന്ന് വിചാരിച്ചിരുന്നിരുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്ക്, അതിനുവേണ്ടി പൈസ ചെലവാക്കൂല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾക്കും ഇവർക്ക് ചിലപ്പോൾ പൈസ ചെലവാക്കേണ്ട അവസ്ഥ വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ച്. അങ്ങനെ അതുകൊണ്ടാണ് അനാവശ്യ ചെലവുകൾ പലതും വന്നു ചേരാം. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും കഴിയുന്നതും ഈ വർഷം ഇവർ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പല പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ പുണർദം നക്ഷത്രക്കാരെ ആരെങ്കിലും സമീപിച്ചാൽ, കടം ചോദിച്ചാൽ കഴിയതും നിങ്ങൾ കൊടുക്കാതെ ഇരിക്കണം. കാരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആ പൈസക്ക് തിരിച്ചു കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയില്ല. അതുപോലെ തന്നെ ജാമ്യം നിൽക്കാനായിട്ട് ഒരിക്കലും ഈ സമയം ഉപയോഗിക്കരുത്. കാരണം പല സ്വന്തക്കാർ തന്നെ പല കാര്യങ്ങളിൽ ജാമ്യം നിൽക്കാൻ പറഞ്ഞു വന്നെന്ന് വരും. അങ്ങനെ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് അത് ഒരു ബാധ്യതയായിട്ടും ഒരു പ്രശ്നമായിട്ടും അതൊരു തലവേദനയായിട്ടും വന്ന് സംഭവിക്കാനും ഇടയുണ്ട്. അതുകൊണ്ട് കടം കൊടുക്കരുത്, അതോടൊപ്പം തന്നെ ജാമ്യം നിൽക്കുകയും ചെയ്യരുത്. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റത്തിന് ഇടവരാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, തൊഴിലിൽ ചില
പ്രശ്നങ്ങൾ ഉണ്ടാകാം, മേലധികാരികളുടെ പ്രീതി കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായെന്നും വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റത്തിന് ഇടവരുന്നതാണ്. അതുകൂടാതെ സഹോദരങ്ങളിൽ നിന്ന് സഹകരണവും സഹായവും കിട്ടുന്നൊരു വർഷമായിരിക്കും. അങ്ങനെയുണ്ട്. സഹോദരസ്ഥാനീയരിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരന്മാരായ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നോ, അതുകൊണ്ട് സഹോദരന്മാരുടെ സുഹൃത്തുക്കളിൽ നിന്നോ ഇവർക്ക് സഹായം കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ് ഈ മലയാള പുതുവർഷം. അപ്പൊ പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു സാമാന്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണവും ദോഷവും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്. ഗുണമുണ്ടാവും, അതോടൊപ്പം തന്നെ ദോഷങ്ങളും ഇവർക്ക് വന്നു ചേരാവുന്ന ഒരു സമയമാണ് ഈ പുതുവർഷം. ഈ വർഷം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.